ാണ് ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പശ്ചിമേഷ്യയിൽ സംഭവിച്ചത് എന്തൊക്കെയാണ്? നമുക്കറിയാം, സൗദിയുമായിട്ടുള്ള ഹൂതികളുടെ ആക്രമണമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സംസാരിച്ച് നിർത്തിയ വിഷയമാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാവുന്നതുപോലെ ഹൂതികളുടെ വിഷയമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹൂതികളുടെ ആക്രമണം സൗദി അറേബ്യയിലേക്ക് ഉണ്ടായി. തിരിച്ചും സൗദി അറേബ്യയുടെ ആക്രമണം പ്രത്യേകിച്ച് യമനിലേക്ക് ഉണ്ടായ വാർത്ത, യമനിലെ സന എയർപോർട്ടിലേക്ക് ഉണ്ടായ വാർത്തകൾ, ഇറാൻ്റെ വിമാനം പറന്നു പോകുന്ന ആ കാര്യത്തിലേക്ക് പേരിലായി ആക്രമണം ഉണ്ടായ വാർത്തകളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അതേസമയം ഇറാനിലെ 6 നഗരങ്ങളിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടായ ഒരു വാർത്തയാണ് മറ്റൊരു കാര്യം. അത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് അമേരിക്ക, കോൺസിക്യൂട്ടീവ്ലി 3ാമത്തെ തവണയാണ് അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. ഏകദേശം ഒരു 6 കേന്ദ്രങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബുഷർ, ചകബർ, ജാസ്ക്, കൊണാർക്ക്, അബു മൂസ, ബന്ദർ അബ്ബാസ് എന്നീ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളാണ് അമേരിക്ക ലക്ഷ്യം വെച്ചത്. അപ്പോൾ ഇത്രയും അധികം നഗരങ്ങളിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയേണ്ട ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല അതേസമയം ഇറാൻ തിരിച്ചും പ്രത്യാക്രമണം നടത്തുമെന്നുള്ള വാർത്തയുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇറാൻ മാധ്യമം 13 ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകളുടെ പേരുകളൊക്കെ വെളിപ്പെടുത്തിയത്. ഹിറ്റ് ലിസ്റ്റിലുള്ള പേരുകളിൽ പ്രധാനപ്പെട്ട ഒരാളുടെ പേര് ഡൊണാൾഡ് ട്രംപ് ആണ്. രണ്ടാമത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, രണ്ടാമത്തെ ബെഞ്ചമിൻ നെതന്യാഹു. ഇതിൽ പല പേരുകൾ ഉൾപ്പെടുന്നുണ്ട്. ജോർജിയ മെലണി, അങ്ങനെ പല പേരുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റാമറിൻ്റെ പേര്, രാജിവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറിൻ്റെ പേര് പോലും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയധികം മൽപ്പിടുത്തങ്ങൾ, പ്രതികാര നടപടികളൊക്കെ ഇറാനിൽ ഉയർന്നു പൊങ്ങുന്നുണ്ട്. അതേസമയം ഇറാനിലെ ഏകദേശം കുറേ നഗരങ്ങളൊക്കെ തകർക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇറാൻ്റെ ഏകദേശം സൈനിക ശേഷി, പ്രത്യേകിച്ച് വ്യോമ സൈനിക ശേഷി US തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇറാൻ്റെ പ്രധാനപ്പെട്ട നാവിക കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് കപ്പൽ നിർമ്മാണശാലകൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ഏകദേശം ഇറാൻ്റെ 90-ലധികം ശക്തി കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് സൈനിക ശക്തികൾ തകർത്തിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് നമുക്കിതിപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല ഇറാനോട് ചേർന്നുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇനി മുതൽ ഒരുപക്ഷെ ടോൾ ഈടാക്കിയേക്കാം. കാരണം അത് ഒരു അമേരിക്ക നിയന്ത്രിതമായതുകൊണ്ട് തന്നെ ആക്രമണങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി അമേരിക്കൻ കമാൻഡ് നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം അതിനുള്ള ചെലവ് വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടോൾ ഫീ. ഏകദേശം 20% ചരക്ക്, ഏതെങ്കിലും ചരക്കപ്പൽ, ആ ചരക്കപ്പലിൻ്റെ ഏകദേശം വരുന്ന 20% ടോൾ ഫീ ഈടാക്കുമെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ടോൾ ഫീ ഈടാക്കാൻ സാധിക്കില്ലെന്നും ഇതൊരു ഇറാൻ്റെ ചേർന്നുള്ള ഒരു കടൽപാതയാണെന്നൊക്കെയാണ് മുജ്തബ ഖമേനി ഇപ്പോൾ ട്രംപിനോട്, പ്രത്യേകിച്ച് US-നോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇറാൻ്റെ കടൽപാതയായ ഹോർമൂസ് ഒരിക്കലും ഹോർമൂസിലെ ടോൾ ഫീ ഈടാക്കാൻ സാധിക്കില്ല. അത് ഇറാൻ എങ്ങനെ തീരുമാനിക്കും, അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടപ്പിലാവുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ടോൾ ഫീ ഈടാക്കാൻ തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കാരണം ഇതൊരു അന്താരാഷ്ട്ര ജലപാതയാണ്. അതുകൊണ്ട് തന്നെ അതിൽ കപ്പലുകൾ സുഗമമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫീയാണ് ടോൾ ഫീ എന്ന രീതിയിൽ ഈടാക്കുന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. ഇതോടൊപ്പം കൂട്ടിച്ചേർത്തേണ്ട മറ്റൊരു കാര്യമായിട്ട് ഇന്ന് രാവിലെ 7:45 ഇറാനിലെ ഏകദേശം സൈനിക കേന്ദ്രങ്ങളൊക്കെ തകർത്ത് US സൈന്യം പിൻവാങ്ങി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുള്ളത്. മാത്രമല്ല അതേസമയം ഗൾഫ് മേഖല അശാന്തിയിലേക്ക് പോകുന്ന ഒരു വാർത്ത, സൗദി അറേബ്യ അങ്ങനെയുള്ള പല രാജ്യങ്ങളും അശാന്തിയിലേക്ക് പോകുന്നുള്ളൊരു വാർത്ത വളരെ ഖേദകരമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല അവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെ മറ്റു രാജ്യക്കാരും ഗൾഫിലെ ആളുകൾ ഉൾപ്പെടെ ആളുകൾക്ക് വലിയൊരു ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രത്യാക്രമണം നടത്തുമെന്ന് തന്നെ ഇറാൻ മുൻപ് സൗദിക്കെതിരെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും സൗദി വാണിംഗ് തിരിച്ചും കൊടുത്തിട്ടുണ്ട്, യമനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം യമനിലെ ഹൂതികൾ, അതിലെ വിമത സൈനികർ എന്നറിയപ്പെടുന്ന ഹൂതികൾ, ഇറാൻ്റെ പരിപോഷണം പറ്റി തീവ്രവാദികളായി തീർന്നിരിക്കുന്ന ഹൂതികൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ വിലക്ക് എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചെങ്കടൽ ഭാഗത്തുള്ള അൽ മന്ദാബ് കടലെടുക്ക്, അവിടെയും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തും, അല്ലെങ്കിൽ അത് അടയ്ക്കുമെന്ന് ഹൂതികൾ വാശി പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പക്ഷേ ഹൂതികൾ അവസാനത്തെ വാശിയായിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അൽമന്ദാവ് പിടിച്ചെടുക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല, അല്ലെങ്കിൽ അവിടെ ഒരു നിയന്ത്രണം എടുക്കുക എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും അമേരിക്ക പോലെയുള്ള വൻ രാഷ്ട്രത്തിൻ്റെ ശക്തികളൊക്കെ ഹൂതികൾക്ക് എത്രത്തോളം ശക്തിയോടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു സംഭവം നടന്നാൽ, അങ്ങനെ ഒരു അൽമന്ദാവ്
പന്താവ് പിടിച്ചടക്കുക അല്ലെങ്കിൽ അവിടെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അതൊരു ആഗോള എണ്ണ വിപണിയെ തന്നെ ശക്തമായി തന്നെ ബാധിക്കും. ഇപ്പോൾ ഒരുപക്ഷെ എണ്ണയുടെ വില ഇപ്പോൾ 80-85 എന്ന നിലയിൽ നിന്ന് വീണ്ടും ഒരു 100 ചില്ലാൻ അല്ലെങ്കിൽ 200-നടക്ക് ഒരു പക്ഷേ ബാരലിന് $200 വരെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇന്ത്യയും ഉൾപ്പെടെ മറ്റു സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ വലിയൊരു ഭീഷണിയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭീഷണിക്ക് ഒരു വളം വയ്ക്കുക അമേരിക്ക അത് വളം വയ്ക്കുക സാധ്യമല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു വാർത്തയാണ് ഇതോടൊപ്പം ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം. ഏകദേശം 15ഓളം കപ്പലുകൾ റഷ്യയുടെ ഏകദേശം 15ഓളം കപ്പലുകൾ കരിങ്കടൽ പാതയിലൂടെ സഞ്ചരിച്ചിരുന്ന റഷ്യയുടെ ഏകദേശം 15ഓളം കപ്പലുകൾ യുക്രൈനിയൻ സൈന്യം വെടിവെച്ചിട്ടതായുള്ള വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്ന ഏകദേശം 0.25% ധാന്യ വാഹകരായിരിക്കുന്ന കപ്പലുകളാണ് വെടിവെച്ചിട്ടത്. അതോടൊപ്പം തന്നെ റഷ്യയുടെ പല ഭാഗങ്ങളിലേക്കും ഉക്രൈനിയൻ സൈന്യം ആക്രമണം നടത്തുന്നുണ്ട്. അതൊരു മറ്റൊരു വാർത്തയായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സുഡാനിലെ RSF സൈന്യം റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നറിയപ്പെടുന്ന സൈന്യം, ആ സൈന്യം എന്നറിയപ്പെടുന്നത് സുഡാനിലെ മറ്റു സ്ഥലങ്ങളിലെയും അനുബന്ധ സ്ഥലങ്ങളിലെയുള്ള സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കി അവിടെയുള്ള ശരിക്കും ഭരണം പിടിച്ചെടുക്കാനുള്ള നിയന്ത്രണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യത്തിന്റെ തലവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതോടൊപ്പം 15ഓളം മുതിർന്ന ആളുകളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നുള്ള വാർത്ത ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ജോയ്സ്. അപ്പോൾ ഏകദേശം നമ്മളെല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകം അശാന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് പശ്ചിമേഷ്യ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങൾ മാത്രമല്ല, മറ്റു രാജ്യങ്ങളും അശാന്തിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രാൻസ് നോക്കുകയാണെങ്കിൽ ഫ്രാൻസിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളൊരു വാർത്ത, പ്രത്യേകിച്ച് ഫൗണ്ടൻ ബ്ലവറിൽ തീപിടുത്തമുണ്ടായി, പാരീസിനടുത്തുള്ള ഫൗണ്ടൻ ബ്ലവറിൽ തീപിടുത്തമുണ്ടായി. ഏകദേശം 10,900 ഹെക്ടർ അതിനേക്കാളും വലിയൊരു ഭൂമി വനഭൂമി കത്തി നശിച്ചു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ 4 പാടും തീപിടുത്തം ഉണ്ടാകി എന്നെങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളൊരു അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഒരുപക്ഷെ അതൊരു അട്ടിമറി സാധ്യതയാണോ തീപിടുത്തത്തിന് കാരണമെന്ന് ഇപ്പോൾ ഒരു സംശയം ഇപ്പോൾ ഫ്രഞ്ച് ഭരണാധികാരികളുടെ പക്കൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹീറ്റ് വേവിന്റെ മരണം മൂലം കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏകദേശം ഹീറ്റ് വേവിന്റെ പ്രത്യാഘാതം മൂലം ഏകദേശം 10,000-ഓളം ആളുകൾ യൂറോപ്പിൽ ആകമാനം, പ്രത്യേകിച്ച് സ്പെയിൻ, ജർമ്മനി, ഓസ്ട്രിയ അങ്ങനെ പല ഭാഗങ്ങളിലും ഇതിന്റെ പ്രത്യാഘാതം മൂലം 10,000-ഓളം ആളുകൾ മരണപ്പെട്ട വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ചൈനയിൽ നമുക്ക് കാണുന്ന മറ്റൊരു വാർത്തയാണ് ചൈനയിലെ പ്രളയക്കെടുതി. പ്രത്യേകിച്ച് ഭാവി എന്നറിയപ്പെടുന്ന കൊടുങ്കാറ്റിന്റെ മൂലം വലിയൊരു പ്രളയക്കെടുതി, ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളാണ് ഡിസ്പ്ലേസ് ആയി പോയി എന്നുള്ള വാർത്ത ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ജോയ്സ്. താങ്ക് യു. തീർച്ചയായിട്ടും ജോണാണ് ഇപ്പോൾ നമ്മളോടൊപ്പം വിശദ വാർത്തകളുമായി വിശദ വിവരങ്ങളുമായി ചേർന്ന്